നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് ഇഴയാൻ തുടങ്ങുമ്പോഴത്തേക്കും അവരുടെ വെയിറ്റ് ഗെയിൻ ഒന്ന് കുറയുമല്ലേ. അത് കഴിഞ്ഞിട്ടൊന്ന് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കോ പിന്നെ വെയിറ്റ് വെക്കാറേ ഇല്ല. മിക്കവാറും ഉള്ള വെയിറ്റ് അതേപോലെ കുറച്ച് മാസങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവും. അപ്പോഴേക്കും നല്ല ക്യൂട്ട് ചബ്ബി ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് ക്ഷീണിക്കാൻ തുടങ്ങുമല്ലേ. അത് കാണുമ്പോൾ നമ്മൾ അമ്മമാരെക്കാളേറെ നമ്മുടെ അമ്മമാർക്കായിരിക്കും കൂടുതൽ വിഷമം, അമ്മമാർക്കും അച്ഛന്മാർക്കും. കാരണം അവരെ അങ്ങനെ കാണുന്നത് അവർക്കിഷ്ടം. കുറച്ച് ചബ്ബിയായിട്ട് ഉരുണ്ടൊക്കെ ഇരിക്കുന്നത് കാണാനാണ് അവർക്കിഷ്ടം. ശരിക്കും നമുക്കും അങ്ങനെയൊക്കെ കാണാനാണ് ഇഷ്ടമെങ്കിലും ഇന്നത്തെ ജനറേഷനിലുള്ള അമ്മമാർ കുറച്ചും കൂടി ഹെൽത്തിനാണല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്ക് കുറച്ച് ഹെൽത്തി ഫുഡൊക്കെ കൊടുക്കാനാണ്, ക്വാണ്ടിറ്റിയെക്കാളും ഹെൽത്തി ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ് അവർ നോക്കുന്നത്. എന്താണെങ്കിലും ശരി, വെയിറ്റ് വെക്കാനൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ നമ്മുടെ ഏത്തയ്ക്ക, നേന്ത്രപ്പഴം. ഏത്തയ്ക്കാപ്പൊടി നമ്മൾ 6 months കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും, കുഞ്ഞുങ്ങൾക്കത് കൊടുക്കാൻ തുടങ്ങും. കുറുക്ക് കാച്ചി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏത്തപ്പഴം നമ്മൾ പുഴുങ്ങി കൊടുക്കാറുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ മിക്കവാറും കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുപഴം കൊടുക്കണം എന്ന് പറയും. ഡെയിലി ചെറുപഴം കൊടുക്കാറുണ്ട്. ഞാലിപ്പൂവനോ പൂവമ്പഴം, പാളയംകോടൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കും. ഇപ്പം ഞാനിപ്പോൾ റോബസ്റ്റയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെ റോബസ്റ്റ പഴമാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് റോബസ്റ്റയാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഏത്തയ്ക്ക, നല്ല പഴുത്ത ഏത്തയ്ക്ക ഒരു ഹാഫാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് പുഴുങ്ങി വേവിച്ചെടുക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പകുതി വേവൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ആപ്പിളും കൂടി വേവിക്കും കേട്ടോ. ഒരു ആപ്പിളിൻ്റെ, ഞാൻ പച്ച ആപ്പിളാണ് എടുത്തേക്കുന്നത്, അതും കൂടി വേവിച്ചെടുക്കും. എന്നിട്ട് ഇത് രണ്ടും കുറച്ച് റോബസ്റ്റ പഴത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കും. മധുരത്തിനായിട്ടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, എല്ലാം മധുരമുള്ളതാണല്ലോ. പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല ടേസ്റ്റി ഫുഡാണ്, അവർ നന്നായിട്ട് തന്നെ കഴിച്ചോളും. അതല്ല, കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ ഞാനും. അപ്പം ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുറത്ത് ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് പുറത്ത് പോകുന്ന വണ്ടികളും കാറും ഒക്കെ കാണിച്ച് അങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കാറുള്ളത്. അങ്ങനെ കുറച്ച് വെയിറ്റ് വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള അമ്മമാർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്, അവർ കഴിക്കട്ടെ, ഇല്ലെങ്കിൽ ഒന്ന് കഴിപ്പിച്ചെടുക്കുക. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.